വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. അഞ്ചങ്ങാടിയിലുള്ള ഷിഫാന എന്ന പേരിലൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ കല്യാണ ദിവസമാണ് ഇന്ന്, ഈ തിങ്കളാഴ്ച. പക്ഷേ ഷിഫാനയുടെ കല്യാണത്തിൻ്റെ ആഘോഷങ്ങളുടെ വീടിന്ന് കണ്ണുനീർ മഴയുടെ, കണ്ണുനീരിൻ്റെ അലതല്ലി കരച്ചിലിൻ്റെ വീടായിട്ട് മാറി. കാരണം ഷിഫാന ഒരുപാട് പ്രതീക്ഷകളുമായാണ് കല്യാണത്തിന് വേണ്ടി സ്വപ്നങ്ങൾ നെയ്തെടുത്തത്. ആ കല്യാണത്തിന് വേണ്ടി സഹോദരൻ അജ്മൽ ഇന്നലെ ഞായറാഴ്ച വന്നു. അതേപോലെ മൂത്ത ജ്യേഷ്ഠൻ മുനൈഫ്, 32 വയസ്സുള്ള മുനൈഫ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ള കല്യാണത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി. ഷിഫാന അതിയായി സന്തോഷവതിയാണ്. ആ ഷിഫാനയുടെ കല്യാണം നടക്കേണ്ട ദിവസം ഈ തിങ്കളാഴ്ചയാണ്. പക്ഷേ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുനൈഫ് എന്ന 32 വയസ്സുള്ള ഷിഫാനയുടെ സഹോദരൻ വാടാനപ്പള്ളിയിൽ പോയിട്ട് വരികയാണ്. കൂടെ മുനൈഫിൻ്റെ ഭാര്യ സുഹൈബയുമുണ്ട്, 22 വയസ്സുള്ള സുഹൈബ. മുനൈഫയുടെ ഉപ്പയുടെ ബന്ധുവായ മുംബൈയിൽ നിന്നാണ് സുഹൈബ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്. ഈ മുനൈഫിൻ്റെ 4.5 വർഷം മുൻപാണ് ഇവരുടെ കല്യാണം. ഇവർക്ക് കുട്ടികളില്ല. വളരെ സന്തോഷത്തോടെ കഴിയുന്ന ദമ്പതികൾ ഈ മുനൈഫും സുഹൈബയും. രണ്ടുപേരും ബൈക്കിൽ വാടാനപ്പള്ളി ഭാഗത്തുനിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് കല്യാണത്തിൻ്റെ ഇതുമായി തിരക്കിൽ വരികയാണ്. പക്ഷേ വളരെ പതുക്കെ വരുന്ന പ്രകൃതമായിരുന്നു മുനൈഫിന്. ബൈക്കിൽ പതുക്കെ വരുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ആ ചാറ്റൽ മഴയിലാണ് അതേ സൈഡിലേക്ക് വരുന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന അലിനാസ് എന്ന പേരുള്ള ഒരു ബസ് മരണത്തിൻ്റെ രൂപത്തിൽ. ആ ചാറ്റൽ മഴയിൽ മുനൈഫിൻ്റെ ബൈക്കിൽ വേറെ ഏതോ ഒരു വണ്ടി ഉരസി മുനൈഫിൻ്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് ആ ബസ്സിൻ്റെ ചക്രത്തിനടിയിലേക്ക് പതിയെ അങ്ങോട്ട് വഴുതി ഇറങ്ങിപ്പോയി. ആ 2 പേരുടെ ശരീരത്തിലൂടെയും ബസ് അങ്ങോട്ട് കയറി ഇറങ്ങി. പടച്ചറപ്പേ അള്ളാഹു, ആ ഒരു കുടുംബത്തിൻ്റെ സങ്കടം. ആ 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുനൈഫയെയും സുഹൈബയെയും രക്ഷിക്കാൻ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിപ്പോയി. അത്ര വളരെയധികം സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന, യാതൊരു പിണക്കങ്ങളുമില്ലാത്ത മാതൃകാ ദമ്പതികളായിരുന്നു മുനൈഫും സുഹൈബയും. ആ മുനൈഫും സുഹൈബയും മരണത്തിൽ പോലും ഒന്നിച്ചു എന്നുള്ളതാണ്. അതോടുകൂടി ഷഫാനയുടെ കല്യാണ പന്തൽ, ആഘോഷപ്പന്തൽ കണ്ണുനീരിൻ്റെ പന്തലായിട്ട് മാറി. എത്ര സന്തോഷത്തോടെ ആയിരിക്കും ആ പെൺകുട്ടി കല്യാണത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവുക. ആ കല്യാണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഷഫാനക്ക് വളരെ വലിയ വിഷമം. ആ കുടുംബം മുഴുവനും കണ്ണുനീരായി. ഈ ചേറ്റുവ ആ വീടിനടുത്താണ്. കാരണം ഈ പ്രദേശങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അഞ്ചങ്ങാടിയിൽ ദർസോദിയ ആളാണ്, ദർസിൽ പഠിച്ച ഒരാളാണ് വർഷങ്ങൾക്ക് മുൻപ്. ചേറ്റുവ ഭാഗങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഞാൻ അതേപോലെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത് വാടാനപ്പള്ളി അൽനൂർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. ഒരു പക്ഷേ ഞാൻ കണ്ട കുടുംബത്തിലെ ഒരു അംഗമായിരിക്കാം, എനിക്ക് ഇവിടെ മുഖപരിചയമില്ലല്ലോ. ആ മുനൈഫും സുഹൈബയും അള്ളാഹുവിൻ്റെ വിധി എവിടെയാണെങ്കിൽ അത് വരുന്നത് ഇതുപോലെയുള്ള അപകടങ്ങളുടെ രൂപത്തിലാണ്. നമുക്ക് തടുക്കാൻ കഴിയില്ല. അള്ളാഹു ആ 2 പേരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കണം. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണം. പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. നിങ്ങളെല്ലാവരും മുനൈഫക്കും സുഹൈബയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അത്ര അധികം സ്നേഹമുള്ള ദമ്പതികൾ. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന സ്വർഗത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായ യുവമിഥുനങ്ങളായിട്ട് ആ 2 കൂട്ടരുണ്ടാകും. അവർ സ്വർഗത്തിൽ സന്തോഷിക്കുന്നുണ്ടാവും. കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായിട്ടില്ല. അവരത്രമേൽ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും പ്രണയത്തോടെയും കഴിഞ്ഞിരുന്നാൽ. ഒരാഴ്ച മുൻപാണ് മുനൈഫ് ഗൾഫിൽ നിന്ന് വന്നത്. അതേപോലെ വിവാഹ ദിവസങ്ങൾക്ക് മുമ്പാണ് വന്നത്. അതേപോലെ മുംബൈയിൽ നിന്ന് സുഹൈബയും ഇങ്ങോട്ട് കല്യാണത്തിന് വേണ്ടി വന്നു, നാത്തൂൻ്റെ കല്യാണത്തിന്. ഒരു സഹോദരൻ ഇന്നലെ വന്നു, അജ്മൽ. പക്ഷേ അത് കല്യാണത്തിനായിരുന്നില്ല, മറിച്ച് സഹോദരൻ്റെ ഖബറടക്കത്തിന് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടിയായിരുന്നു. നമ്മൾ എവിടെ ഒളിച്ചാലും മരണം വരുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതുപോലെയുള്ള മരണങ്ങൾ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, ഇതുപോലെ ഒരു വിവാഹ ദിവസം ദുഃഖത്തിൻ്റെ കണ്ണുനീരിൻ്റെതായിട്ട് മാറുക എന്നുള്ളത്. ആ പെൺകുട്ടി ഇനി എപ്പോഴും ഓർക്കില്ലേ, എൻ്റെ വിവാഹത്തിൻ്റെ ദിവസങ്ങൾക്ക് മുൻപാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ കുടുംബത്തിന് പടച്ച റബ്ബേ ക്ഷമയും സമാധാനവും അതിനുത്തരമായ പകരവും കൊടുക്കണം റബ്ബേ. ആ കുടുംബത്തിന് സമാധാനം നൽകണേ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവല്ലേ. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡിയായി. വിവാഹം വരനൊക്കെ വന്നു, വധുവിൻ്റെ ആളുകൾ വരാനുണ്ട്. നിക്കാഹിന് വേണ്ടി വധുവിൻ്റെ ആളുകൾ ഇങ്ങോട്ട് വരുന്നൊരു പതിവാണ്. വരൻ്റെ വീട്ടിലേക്ക് വെളിയങ്കോടാണ് സംഭവം. ആ വെളിയങ്കോട് അത്ര അകലെയല്ലല്ലോ ചാവക്കാട്, ഈ ഒരു അഞ്ചങ്ങാടി എന്നുള്ളത്. അങ്ങനെ വിവാഹത്തിന് എല്ലാ ഒരുക്കങ്ങളുമായപ്പോഴാണ് ആരോ ഓടി വന്ന് പറഞ്ഞത് ചില പ്രശ്നങ്ങളുണ്ട്. അതോടുകൂടി നാടിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു കുഞ്ഞുമരക്കാർ എന്ന പേരുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇറങ്ങി. നല്ലൊരു മനുഷ്യനായിരുന്നു. ചെറുപ്പത്തിലും ആഗ്രഹിച്ചത് കുഞ്ഞുമരക്കാരെ നല്ലൊരു മൊയ്ലിയരാക്കണമെന്നാണ്. അങ്ങനെയാണ് പൊന്നാനിയിലെ മഹദൂമിൻ്റെ അടുത്ത് കൊണ്ട് ദർസിൽ കൊണ്ടാക്കിയത്. മഹദൂമിൻ്റെ ദർസിൽ പഠിച്ചപ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. പക്ഷേ വീട്ടിലെ പട്ടിണി കാരണം ആ മനുഷ്യൻ പിന്നീട് മത്സ്യക്കച്ചവടത്തിനിറങ്ങി. പലപ്പോഴും പള്ളിക്ക് മുൻപിലൂടെ മത്സ്യക്കച്ചവടം നടത്തുകയും പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോൾ ഉസ്താദ് പിടിച്ചു, നീ എന്താ പള്ളിയിൽ വരാത്തത്? പട്ടിണിയാണ് ഉസ്താദെ.
എനിക്കതുകൊണ്ട് ജോലിക്ക് പോകണം. എന്നാലും ആ മനുഷ്യനെ പരമാവധി പള്ളിയിൽ വന്ന് ദർസിലെ പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ നല്ലൊരു ആരോഗ്യമുള്ള യുവാവായിട്ട് മാറി. ആ കുഞ്ഞുമരക്കാരൻ്റെ ഉമ്മയുടെ ആഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട മോനെ ഒരു നല്ലൊരു മനുഷ്യനാക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് വെളിയങ്കോടുള്ള നല്ലൊരു കുടുംബത്തിൽ നിന്ന് മകൻക്ക് പെണ്ണ് അന്വേഷിച്ചത്. ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിക്കാഹിന് വേണ്ടി ഇരിക്കുന്ന വേദിയിൽ നിന്നാണ് പറഞ്ഞത്, 15-ാം നൂറ്റാണ്ടിൽ പറങ്കികൾ പൊന്നാനിയിൽ നിന്നൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ചെറുവഞ്ചിയിൽ വന്ന് തട്ടിക്കൊണ്ടുപോയ കപ്പലിൽ കൊണ്ടുപോയി, ആഴക്കടലിൽ നങ്കൂരമിട്ട കപ്പലിൽ. കുഞ്ഞുമരക്കാർ എന്നു പേരുള്ള ആ മഹാമനുഷ്യൻ ഒരാളെയും കൂട്ടാതെ ആ കല്യാണ പന്തലിൽ നിന്ന് വരൻ്റെ വേഷത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഒരു ചെറുവഞ്ചി എടുത്ത് തുഴഞ്ഞ് ആഴക്കടലിൽ ചെന്ന് ആ പറങ്കികളെ വേട്ടയാടി വെട്ടിക്കൊന്നുകളഞ്ഞ അവസാനം ഷഹീദായിപ്പോയി. കുഞ്ഞുമരക്കാരെന്ന് ഷഹീദായി. ആ കുഞ്ഞുമരക്കാർ പോകുമ്പോൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഉമ്മ ഞാൻ പോവുകയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഒരു പെണ്ണിൻ്റെ മാനം കാക്കാൻ വേണ്ടി. ആ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മോൻ തിരിച്ചു വരണം. പക്ഷേ മകൻ പറഞ്ഞു, ഞാൻ ഉമ്മാൻ്റെ കരളിൻ്റെ കഷ്ണമാണെങ്കിൽ ഞാൻ വരും. അതൊരു അവസാനത്തെ വാക്കാണ്. അങ്ങനെ ഈ ഒരു പാവം കുഞ്ഞുമരക്കാർ ഷഹീദിനെ കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി ഗോവയിലേക്കും കാപ്പാടിലേക്കും കോഴിക്കോടുക്കും ബേപ്പൂർക്കും കരളിൻ്റെ ഭാഗം പൊന്നാനിയിലും കൊണ്ടുവച്ചു. ആ ഉമ്മയോട് പറഞ്ഞതുപോലെ കരളിൻ്റെ കഷ്ണം തന്നെ വീട്ടുകാർക്ക് കിട്ടി. ഇന്നും കുഞ്ഞുമരക്കാറിൻ്റെ മക്ബറ ആ വീട്ടിലുണ്ട്. ആ ഒരു നാട്ടിൽ കുഞ്ഞുമരക്കാരൻ്റെ വീടിനോട് ചേർന്നുണ്ട്. പണ്ട് തേജസ്സിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു ഫീച്ചർ എഴുതിയിരുന്നു, പോരാട്ട ഭൂമിയിലെ വിശുദ്ധ മണവാളൻ. ആ ഒരു ഫീച്ചർ ഇന്നും അത് ഫ്രെയിം ചെയ്യിച്ചിട്ട് ആ മക്ബറയിൽ തൂക്കിയിട്ടത് കാണാം. ആ ഉമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്, ആ ഉമ്മയുടെ ഫോട്ടോ അല്ല, ഉമ്മയുടെ പിൻതലമുറക്കാരിയായ ആൾ, ആ വീടൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഈ കല്യാണം എന്ന് പറയുന്ന ആ വേദി വളരെയധികം മനസ്സ് തകർക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് വല്ലാതെ പിടയും. അല്ലാഹുവേ, നമ്മുടെ ഒന്നും കുടുംബങ്ങളിൽ പെട്ടെന്നുള്ള മരണം എന്തായാലും ഉറപ്പല്ലേ, നമ്മളൊക്കെ മരിക്കും. പക്ഷേ ഇതുപോലെ പ്രത്യേക ഒരു നിമിഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കേണ്ട ഒരു അവസരങ്ങളിലൊക്കെ ഈ മരണം വരുമ്പോൾ അത് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിനെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പടച്ചറബ് മരിച്ചവരെങ്ങനെ മരിച്ചാലും ഖബറിടം അല്ലാഹു വിശ ഒരു രക്തസാക്ഷികളുടെ പവിത്രതയിലായിരിക്കും ആ മുനൈഫും സുഹൈബയും ഇന്ന് സ്വർഗത്തിലെ രാജകുമാരനും രാജകുമാരിയുമായിട്ട് ഉണ്ടാവുക. അവർ സന്തോഷിക്കുന്നുണ്ടാവും, ഞങ്ങളുടെ ജീവിതം ഇത്ര പൊടുന്നൻ അവസാനിച്ചെങ്കിലും ഞങ്ങൾ സന്തോഷവാന്മാരാണ്, സ്വർഗത്തിലാണ്. അള്ളാഹു അവരെപ്പോലെ നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. പക്ഷെ പെട്ടെന്നുള്ള മരണങ്ങളിലൂടെ ആവരുതെന്ന് മാത്രം, നമ്മുടെ കുടുംബത്തിനൊരു തീര നഷ്ടമാവരുത്. ഈ വീഡിയോ കാണുന്ന ആളുകളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്കറിയാത്ത നമ്മുടെ കുടുംബമല്ല മുനൈഫും സുഹൈബയും ഒന്നും, പക്ഷേ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കിട്ടുന്നൊരു ചൈതന്യമുണ്ട്. അതൊക്കെയാണ് ഈ വീഡിയോ കൊണ്ടുള്ളൊരു ഉപകാരം. അപ്പോൾ അള്ളാഹുയുടെ ഖബറിടം വിശാലമാക്കട്ടെ. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.